ദർശനങ്ങളിൽ ആകൃഷ്ടനായി സമാജത്തിന്റെ സേവനത്തിന് മുന്നിട്ടിറങ്ങിയ പ്രമുഖ വ്യവസായിയും SNDP യോഗത്തിന്റെ അമരക്കാരനുമാണ് ശ്രീ അരയാക്കണ്ടി സന്തോഷ്. സമുദായത്തിന്റെ ഉന്നമനത്തിനായി അഹോരാത്രം പണിപ്പെടുന്ന അരയാക്കണ്ടി സന്തോഷ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. മലബാറിലെ അറിയപ്പെടുന്ന കോൺട്രാക്ടറും വ്യവസായിയുമായിരുന്ന അരയാക്കണ്ടി ദാമോദരന്റെയും റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് പാർവതിയമ്മയുടെയും മകനായി ജനിച്ച അരയാക്കണ്ടി സന്തോഷ് പിതാവിന്റെ പാത പിന്തുടരുന്നതിനോടൊപ്പം തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ വ്യാവസായിക ലോകത്ത് പുത്തൻ വാതായനങ്ങൾ കണ്ടെത്തുകയുമുണ്ടായി. ഞാൻ ജനിച്ചത് 1964 മെയ് 9 അച്ഛൻ അരയാക്കണ്ടി ദാമോദരൻ, അമ്മ കണ്ട്യൻ പാർവതി. അങ്ങനെ അരയാക്കണ്ടി ഫാമിലിയിലാണ് എൻ്റെ ജനനം ഉണ്ടായത്. ഞാനിപ്പോൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാണ്. എൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ ക്ലാസ്സുകളിലുള്ള വിദ്യാഭ്യാസം നടത്തിയത് ഹോളി ഏഞ്ചൽസ് എന്ന് പറയുന്ന സേക്രഡ് ഹാർട്ടിൻ്റെ കീഴിലുള്ള സ്കൂളിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയത് തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് വിവിധ കോളേജുകളിലായി ഏറ്റവും ഒടുവിൽ ഡിഗ്രി പൂർണ്ണമാക്കുന്നത് ശ്രീനാരായണ കോളേജ് കണ്ണൂരിൽ വെച്ചാണ്. ബ്രണ്ണൻ കോളേജിലും മടപ്പള്ളി കോളേജിലും മാഹി കോളേജിലും ഒക്കെ ആയിട്ട് പല കാലഘട്ടങ്ങളിൽ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം PWD കോൺട്രാക്ടറും അതോടൊപ്പം അബ്കാരി കോൺട്രാക്ടറുമായിട്ട് ഒരുപാട് കാലം അദ്ദേഹം ഉണ്ടായി. കൂടാതെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു കർഷക കുടുംബത്തിലാണ്. പഴയ ലാൻഡ് ലോഡ് ഫാമിലി കൂടിയായിരുന്നു അച്ഛൻ്റെ ഫാമിലി. അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന അമ്മയാകട്ടെ സ്കൂൾ ഹെഡ് ടീച്ചറായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഞാൻ ഏക സന്താനമാണ്. മറ്റ് ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നും എനിക്ക് ഡയറക്റ്റായിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ പോകുമ്പോൾ അച്ഛൻ രോഗശയ്യയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിപ്പോകാനുള്ള പ്രയാസത്തിലേക്കുള്ള തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആയപ്പോൾ കോളേജ് പഠനത്തിനിടയിൽ തന്നെ ഞാൻ ഈ ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ട് വരികയും അങ്ങനെ ഒരു മുഴുവൻ സമയ ബിസിനസ്സുകാരനായിട്ട് തന്നെ മാറാനുള്ള സാഹചര്യത്തിൽ ഞാനത് മാറി വന്ന ഒരാളാണ്. വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായി. അപ്പം അതൊക്കെ ഒരു കേസുകളുണ്ടായി ഒരുപാട്. അതൊക്കെ നടത്തിപ്പിൻ്റെ കാര്യത്തിനും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ ഞാനൊരു പൂർണ്ണസമയ ബിസിനസ്സുകാരനായി കോളേജ് പ്രവൃത്തി സമയങ്ങളിൽ പോലും പലപ്പോഴും ബിസിനസ് കാര്യങ്ങൾക്ക് ഓടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് അതൊക്കെ നന്നായിട്ട് ചെയ്യുവാനും പഠനം കൊണ്ടുപോകുവാനും എനിക്ക് ആ സമയത്തൊക്കെ സാധിച്ചിട്ടുണ്ടായി. അച്ഛനെ സംബന്ധിച്ച് എപ്പോഴും വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിലും എവിടെയെങ്കിലും ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടവുമായിരുന്നു അത്. അങ്ങനെ ബിസിനസ്സിലേക്ക് കടന്നു വന്നതാണ്. വിവിധ തരങ്ങളിലുള്ള ബിസിനസ്സുകളുണ്ട്. ഞങ്ങൾക്ക് കെട്ടിടങ്ങളുണ്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള കെട്ടിടങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. കുട്ടിക്കാലം തൊട്ടേ ശ്രീനാരായണ സൂക്തങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന അരയാക്കണ്ടി സന്തോഷ് 1968 മുതൽ ശിവഗിരി തീർത്ഥാടനത്തിൽ സജീവ പങ്കാളിയായിരുന്നു എന്നത് തന്നെ ഗുരുദേവനിലുള്ള അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. SNDP യോഗത്തിലേക്ക് ഞാൻ കടന്നു വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറുപ്പത്തിൽ
ഒരു 1968 മുതൽ ശിവഗിരി തീർത്ഥാടനം നടത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളവും, അമ്മയുടെ കുടുംബമാവട്ടെ അച്ഛൻ്റെ കുടുംബമാവട്ടെ എല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ 1968 മുതൽ ശിവഗിരി തീർത്ഥാടനം തുടർച്ചയായിട്ട് നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മയിൽ എന്താണെന്ന് പതിയുന്നതിനേക്കാളും മുന്നേ തന്നെ ശിവഗിരിയിൽ പോവുകയും ശ്രീനാരായണ ഗുരുദേവ കീർത്തനങ്ങളും ഗുരുവിൻ്റെ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടായി. എൻ്റെ രക്ഷിതാക്കൾ കൃത്യമായിട്ട് ആ ശിവഗിരി തീർത്ഥാടനത്തിന് 10 ദിവസം വ്രതമെടുത്ത് അത് ആ ചര്യയോടുകൂടി ശിവഗിരി സമാധിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന രീതി അന്നുമുണ്ടായി. ഇന്നും അത് തുടരുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ SNDP യോഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്ത അദ്ദേഹം 1987 മുതൽ തലശ്ശേരി യൂണിയനിൽ നിന്ന് ഡയറക്ടർ ബോർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ 15 വർഷമായി SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറിയായും ചുമതല വഹിക്കുന്നു. 1987 ഞാൻ ആദ്യമായി SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് സ്ഥാനത്തേക്ക് വരുന്നത്. ആ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് തലശ്ശേരി യൂണിയനിൽ നിന്നാണ് ഞാൻ ആദ്യം കടന്നു വന്നത്. കൂടാതെ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ, ഞാനതിൻ്റെ ഡയറക്ടറൊന്നുമല്ലെങ്കിൽ പോലും ആ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവ കാര്യങ്ങളിലും മറ്റ് സംഗതികളിലൊക്കെ അതിൻ്റെ ചെയർമാനായും അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പ്രസ്ഥാനമായിട്ട് ഏറെ അടുപ്പത്തോടു കൂടി പോകുവാൻ എനിക്ക് അന്നും സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 1993 ഞാൻ SNDP യോഗത്തിൻ്റെ കൗൺസിലറായിട്ടുണ്ട്. അന്ന് ഒരുപക്ഷെ SNDP യോഗത്തിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ കൗൺസിലർമാരിൽ ഒരാൾ ഞാനായിരുന്നു എന്ന് പറയേണ്ട രീതിയിലാണ്. ഏകദേശം അന്ന് എനിക്ക് 34-35 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ കാലഘട്ടത്തിൽ, അന്നത്തെ കാലചരിത്രത്തിൽ ഒരുപാട് വയസ്സ് ഒക്കെ ഉള്ള ആളുകളാണ് സാധാരണ കൗൺസിലറായിട്ട് വരിക എന്നുണ്ടെങ്കിലും അത്ര ചെറുപ്പത്തിലെ എനിക്ക് ഒരുപക്ഷെ ഗുരുവുമായിട്ടുള്ള ആ പ്രാർത്ഥനയും ചിന്തയും ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അന്ന് മുതൽ SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഞാനുണ്ട്. 2007 വീണ്ടും ഞാൻ SNDP യോഗത്തിൻ്റെ കൗൺസിലറായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വം ഇതിന് വന്നപ്പോൾ ഞാൻ വീണ്ടും SNDP യോഗത്തിൻ്റെ കൗൺസിലറായി 2007 വീണ്ടും വരുന്നത്. ആ 2007 കൗൺസിലറായി വന്നു. പിന്നീട് SNDP യോഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ മാറിയ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെയും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒക്കെ ഒരു പിന്തുണയോടുകൂടി എനിക്കതിൻ്റെ ദേവസ്വം സെക്രട്ടറി ആയിട്ട് 2010 ചാർജ് എടുക്കുവാൻ ഇടയായിട്ടുള്ളതായി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല അത് ഇപ്പോഴും ഏകദേശം 15 വർഷമായിട്ട് SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ആയിട്ട് തുടരുവാനുള്ളൊരു ഭാഗ്യവും എനിക്ക് ശ്രീനാരായണ ഗുരുതൃപാദങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു കാര്യം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ രീതികളാണ്. ഒരുപക്ഷെ 1993 മുതലൊക്കെ ഞാൻ കൗൺസിലറായിട്ടൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും തന്നെ ഒരു സമുദായത്തിൻ്റെ നേതാവാണ് എന്നുള്ള ചിന്തയിലല്ല അന്നൊന്നും നമ്മളൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഒരു സാമൂഹ്യ സംഘടന എന്നുള്ളത് മാത്രമല്ലാതെ സാമുദായികമായിട്ട് ഉയരണം, അല്ലെങ്കിൽ ആ ചിന്തയോട് കൂടിയുള്ളതായിരിക്കണം SNDP യോഗം എന്ന നിലയിലേക്ക് അന്നും അത് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. എവിടെയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ഗുരുവിൻ്റെ ആപ്തവാക്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ ഇടയിലേക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസിനുള്ള സംഗതി മാത്രമാക്കി മാറ്റിക്കൊണ്ടു പോകുന്ന രീതി ആ കാലത്തുണ്ടായിട്ടുണ്ടായി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വന്നപ്പോഴാണ്
അദ്ദേഹം അത് കൃത്യമായി പഠിച്ചുകൊണ്ട് എന്താണ് SNDP യോഗമെന്നും SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ എങ്ങനെയായിരിക്കണമെന്നും അവരുടെ പ്രവർത്തന പന്ഥാവ് എന്തായിരിക്കണമെന്നും ഒക്കെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോഴാണ് ഈഴവൻ എന്താണെന്നും തീയൻ എന്താണെന്നും അതോടൊപ്പം ബില്ലിവൻ എന്താണെന്നും ഒക്കെ അവർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് SNDP യോഗമെന്നും ആ SNDP യോഗത്തിൻ്റെ തലവനായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈഴവന് വേണ്ടി ശബ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ആ ഈഴവ സമൂഹത്തെ ഉയർത്തിയെടുക്കാനുള്ള പ്രവർത്തനമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യിച്ചു കൊണ്ടുപോകുന്ന രീതി അദ്ദേഹത്തിനുണ്ടായി. വെറും വാഗ്ദാനങ്ങളല്ല, കൃത്യമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയും നൽകിയത് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന നമ്മുടെ യോഗാംഗങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായിട്ട് അദ്ദേഹം ചെയ്തെടുത്തോളം പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി ചിന്തിച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടത് കാണാൻ വേണ്ടി സാധിക്കും. മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെ അത്രയും ഗംഭീരമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആരെങ്കിലും ഒരു ക്ഷേമ പദ്ധതി സാധാരണക്കാരന് ലഭിക്കുന്നത് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് പഠിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹം കാണിക്കുകയും അത് പഠിച്ച് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് കണ്ട് പരാജയപ്പെടുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുകയും വിജയിക്കുന്നതാണെങ്കിൽ അത് സമുദായത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനും വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിലൊന്നാണ് നമ്മുടെ മൈക്രോ ഫൈനാൻസ് എന്നുള്ളത്. ഇന്നും മൈക്രോ ഫൈനാൻസ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം SNDP യോഗത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് SNDP യോഗം ഇന്നും മൈക്രോ ഫൈനാൻസ് പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ വിശ്വാസ്യത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളതും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ മറ്റാരെങ്കിലും ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിലൊന്നും കുലുങ്ങാതെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന രീതി ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളത് കൊണ്ടാണ് സാധിക്കുന്നത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തെ അടിച്ചിരുത്താൻ വേണ്ടി ഇനി അങ്ങോട്ട് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും അതിനെ എതിരിട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന രീതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റയാൾ പട്ടാളമായി നിന്നുകൊണ്ട് കോടതി കാര്യങ്ങളായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഇന്നും 89ാമത്തെ വയസ്സിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഒരുപക്ഷെ ആ ഏജിൽ ഒരാൾക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ 50ലേറെ വർഷമായിട്ടുള്ള പ്രസിഡൻ്റാണ് അദ്ദേഹം. ആ കണിച്ചുകുളങ്ങര ദേവിയുടെയൊക്കെ വലിയ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമുദായത്തിന് തന്നെ ഏറ്റവും ഗുണകരമായ രീതിയിൽ ഇന്നിത് പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതും. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൈവന്നത്. സാധാരണയുള്ളതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ് മാത്രം നോക്കിയിട്ട് ഈ യോഗത്തിൻ്റെ ഒരാളാണ് ഞാനെന്ന് പറയാനും ഒരു ജാതി ഒരു മതം ഒരു ദൈവമാണ് എല്ലാം നമുക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ നിന്ന് വിഭിന്നമായി സമുദായ ഉദ്ധാരണം ഒരു സബ്ജക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുകയും പ്രവർത്തിക്കാൻ ഇത്രയും കാലം സാധിക്കുകയും ചെയ്തത് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ദേവസ്വം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന 15 കൊല്ലവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. പ്രത്യേകിച്ചിട്ടൊരു കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യോഗത്തിൻ്റെ ഡയറക്ടർ ആകുമ്പോഴും യോഗത്തിൻ്റെ കൗൺസിലർ ആകുമ്പോഴും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകുമ്പോഴും യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ആകുമ്പോഴേക്കും
എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിക്കായിരുന്നു പ്രാധാന്യം. അത് ദേവസ്വം സെക്രട്ടറി ആയതുകൊണ്ട് ഞാനൊന്ന് ഉയർന്നെന്നോ അല്ലെങ്കിൽ കൗൺസിലർ ആയപ്പോൾ ഞാനൊന്ന് ഉയർന്നെന്നോ അങ്ങനെ ചിന്തിക്കാതെയുള്ളൊരു പ്രവർത്തനമായിരുന്നു, ആ രീതിയായിരുന്നു എൻ്റേത്. ഇന്നും അതേ രീതി തന്നെയാണ് ഞാൻ തുടർന്നു പോകുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് ജോലി ഭാരം കൂടുതലാണ്, അതൊരു വാസ്തവമാണ്. പക്ഷേ ആ ജോലി ഭാരം എന്ന് പറയുന്നത് ഈ സംഘടന വളരുന്നതിനനുസരിച്ചുള്ള ഭാരമാണ്. അതനുസരിച്ച് ഓരോരോ സ്ഥലത്തും ഓടി എത്തുക എന്നുള്ളതാണ്. ഇന്ന് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളിൽ വളരെ നന്നായിട്ട് യോഗത്തിൻ്റെ പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്ക് പുറത്തും SNDP യോഗത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വന്നതോടുകൂടി സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള മിക്കവാറും യൂണിയനുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും അദ്ദേഹം ഓടി നടപ്പുണ്ട്. നമ്മൾ ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള യൂണിയനുകളിൽ ഉള്ള പ്രവർത്തനങ്ങൾ കൂടി ഇന്നിപ്പോൾ നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മാറ്റം നമ്മളെ യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. യോഗത്തെ നശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിച്ച ആളുകളുണ്ട്. ആ ഇറങ്ങിത്തിരിച്ച ആളുകൾക്കൊക്കെ ഇന്നേ വരെ തോൽവി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മാത്രവുമല്ല, മറ്റൊരു കാര്യം, അവരൊക്കെ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മാത്രം ജീവിക്കുന്ന ശത്രുക്കളായിട്ട് മാറുന്ന രീതിയാണ്. അവർ രക്ഷകരാണോ ശിക്ഷകരാണോ എന്ന് നമ്മുടെ യോഗം പ്രവർത്തകർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാനും കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം, 2010 SNDP യോഗത്തിൻ്റെ ഇലക്ഷൻ നടക്കേണ്ടത് 2020 നടക്കേണ്ട ഇലക്ഷനാണ്, തിരഞ്ഞെടുപ്പ്. ആ 2020 നടക്കേണ്ട തിരഞ്ഞെടുപ്പ് 2025 നടത്താൻ പറ്റാതിരുന്നത് ഇവരുടെ ഈ ഒരു കുൽസിത പ്രവൃത്തി കൊണ്ടാണ് എന്നും, അത് യൂണിയനുകളിലും ശാഖകളിലും ഒക്കെ അതിൻ്റെ മാന്ദ്യത അനുഭവപ്പെടുന്ന രീതി ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ പ്രയാസങ്ങൾ അവർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ SNDP യോഗത്തിൻ്റെ ഒരു സ്ഥിതിയെ, ഈ കേസ് കാര്യങ്ങളൊക്കെ കമ്പനി നിയമപ്രകാരമുള്ള ചില കേസുകളൊക്കെ ഇന്ന് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പരിപൂർണമായി അതിൻ്റെ ചുമതല നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ കേസിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. മിക്കവാറും തൊട്ടടുത്ത മാസങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ ഇലക്ഷനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെ നമുക്കായി വരാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുപോകുന്നത്. മിക്കവാറും അത് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ വിശ്വാസവും. എൻ്റെ ബിസിനസ്സുകൾ ഒക്കെ നമുക്ക് ഇരുന്നു കൊണ്ട് എവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മെഷീനറിയുടെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടിയ മെഷീൻസ് ഉണ്ട്, ചെറിയ മെഷീൻസ് ഉണ്ട്. എർത്ത് മൂവേഴ്സിൻ്റെ ഒരു ഫ്ലീറ്റ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് അത് ഒരു ബിസിനസ്സായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ മെഡിക്കൽ ഹോൾസെയിലുകൾ, പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾ, അങ്ങനെ ഒരു സെക്ഷൻ അത് വേറെയുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ തന്നെ ഈ ഫാമുണ്ട്. അതോടൊപ്പം പിന്നെ മറ്റ് ടൂറിസം മേഖലയിലുള്ള ഹോം സ്റ്റേകൾ ഞങ്ങൾക്ക് ഊട്ടിയിലും അതുപോലെ കേരളത്തിലൊക്കെ ഉണ്ട്. എൻ്റെ മകൻ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവൻ എയറോനോട്ടിക്കൽ എൻജിനീയറായിരുന്നു. അപ്പോൾ UK പോയി അതിൻ്റെ MS ഒക്കെ എടുത്ത് കഴിഞ്ഞ് പ്രവൃത്തിയിലൊക്കെ ചേർന്ന് വരുന്നതിൻ്റെ ഇടയിലാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരവിടുന്ന് വിട്ട് ഇവിടത്തേക്ക് വരാൻ വേണ്ടി പറയുകയും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു രീതി ഉണ്ടായി. കാരണം ഒരുപാട് അങ്ങും ഇങ്ങൊക്കെ ഓടിപ്പോയി കാര്യങ്ങൾ ചെയ്യേണ്ട ബിസിനസ്സാണ്. അതോടൊപ്പം എൻ്റെ വൈഫും ഇവനെ ആ കാര്യത്തിൽ വളരെ നന്നായിട്ട് സഹായിച്ചുകൊണ്ട് അവരും ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വളരെ നന്നായ രീതിയിൽ എല്ലാ ദിവസവും അവിടെ പോയിക്കൊണ്ടിരുന്നു കൊണ്ട് തന്നെ
കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓടുവാനുള്ള ഒരു കാര്യം ഉണ്ടായി മാറിയിരിക്കുന്നത്. അത് കുടുംബത്തിൻ്റെ ഒരു വലിയ പിന്തുണ ആണ് ഇതുപോലെ സഞ്ചരിക്കാൻ, ഇതുപോലെ ഫുൾ ടൈമറായിട്ട് ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും SNDP യോഗത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് പോയി കാര്യങ്ങൾ ചെയ്യുവാനുള്ള സംവിധാനം എനിക്ക് ഒരുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ഈ മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകന്, നന്നായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും വിഷമിക്കുന്ന ആളുകൾക്കുമൊക്കെ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ചും സംഘടനയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചും എപ്പോഴും ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അത് ഏറ്റവും വിഷമിക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്താനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് താഴേക്കടയിലേക്ക് നമ്മുടെ സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് യോഗം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർധനരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന വലിയ ഒരു പരിപാടിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് യൂണിയനുകൾ ആ തരത്തിൽ നിർധനരായ ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അവരുടെ 25 വർഷത്തെ ധന്യസാരഥ്യം നേതൃസ്ഥാനത്ത് തുടർന്ന് വന്ന ആ കാര്യങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ആഘോഷം എൻ്റെ പേരിൽ നടത്തുമ്പോൾ എന്താണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഓർഗനൈസറായിരുന്ന നമ്മളൊക്കെ ആലോചിച്ച് കാര്യം പറഞ്ഞു, കുറച്ച് നിർധനർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. ആളുകൾക്ക് ഒരു സംവിധാനം കിട്ടുക അല്ലാതെ വെറും ആഘോഷമായിട്ട് മാത്രം മാറുന്ന രീതി പാടില്ലെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നും അവിടെ വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്ന രീതിയിൽ എല്ലാ സ്കൂളുകളും, ഹയർ സെക്കൻഡറി സ്കൂളുകളും ഓരോരോ വീടുകൾ വെച്ചു കൊടുത്തു, കോളേജുകൾ വെച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പല യൂണിയനുകൾ ഒരുപാട് വീടുകൾ ഇന്നും അതായത് യൂണിയൻ്റെ കീഴിൽ വരുന്ന ആളുകൾക്ക് ആ വീടുകളൊക്കെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ യോഗത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് യോഗം, യൂണിയൻ, ശാഖ, പിന്നെ കുടുംബ യൂണിറ്റ്, മൈക്രോ യൂണിറ്റ്, അങ്ങനെ ഒരു 5 ടയർ സിസ്റ്റത്തിലേക്കാണ് ഇന്നിപ്പോൾ യോഗത്തിനെ നടത്തിക്കൊണ്ട് പോകുന്നത്. മാത്രമല്ല ഏകദേശം 150ഓളം യൂണിയനുകൾ ഇന്ന് SNDP യോഗത്തിൻ്റെ കീഴിലുണ്ട്. ഒരുപക്ഷെ അന്ന് യോഗം ഏറ്റെടുക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഏൽക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് 58 യൂണിയനുകളാണ്. അത് മാറിയിട്ടാണ് ഇന്ന് 150ഓളം യൂണിയനുകളായിട്ട് മാറുന്നത്. ശാഖകളാവട്ടെ 3000-ൽ ശിഷ്ടം ശാഖകൾ ഉണ്ടായിരുന്നത് മാറി ഇന്ന് 6700ഓളം ശാഖകളായിട്ട് മാറുന്ന രീതിയിലേക്ക് SNDP യോഗത്തിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുക. മാത്രമല്ല ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാതരം പ്രവർത്തനങ്ങളും ഇന്ന് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ കുടുംബം തന്നെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിറങ്ങുന്നുണ്ട്. ശ്രീമതി പ്രീതി നടേശൻ അവരാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ്. അവരാവട്ടെ മുഴുവൻ സമയം ശ്രീനാരായണ ധർമ്മ പ്രചരണമായിട്ട് ഇന്നിറങ്ങുകയാണ്. രാവിലെ തൊട്ട് പല യൂണിയനുകളിലും പരിപാടികൾ ഉണ്ടാവുകയും എങ്ങനെയായിരിക്കണം ശ്രീനാരായണ ധർമ്മമെന്നും അതെങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നും ഇന്നിപ്പോൾ കുമാരി സംഘവും കുമാര സംഘവും ഒക്കെ നമുക്ക് ഉണ്ടായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് വയസ്സുള്ള ആളുകളിലേക്ക് മാത്രം പറഞ്ഞുകൊണ്ടും ഈ അറിവുള്ള ആളുകളെ തന്നെ അറിയിച്ചുകൊണ്ടും പോകുന്നതിൽ കാര്യമില്ല. അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതിനായിട്ടാണ് വിവിധ സ്ഥലങ്ങളിലും കുമാരസംഘവും കുമാരി സംഘവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആ യൂത്ത് മൂവ്മെൻറ്റിലേക്ക് ചേർത്തുകൊണ്ട് കൊണ്ടുവരാനും
നന്നായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാനുമുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ, തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലും പുറത്തും അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നത് നമ്മുടെ തുഷാറാണ്. അത് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സൈബർ സേന എന്ന് പറയുന്ന ഒരു സേനയെ സൃഷ്ടിക്കുന്നത് SNDP യോഗമാണ്. അതിന്നും വളരെ ഗംഭീരമായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നീട് പല രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള ആളുകൾക്കൊക്കെ സ്വന്തം സൈന്യം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴും അതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. അന്നും ഏറ്റവും നൂതനമായ മാർഗ്ഗം എന്താണെന്ന് നോക്കിയാൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് SNDP യോഗത്തിനെ വളർത്തിയെടുക്കാൻ എല്ലാവർക്കും കൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമാകാതെ പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ ലക്ഷ്യം വയ്ക്കുകയും നായാടി മുതൽ നസ്രാണി വരെയുള്ള വിഭാഗത്തിന്റെ ഐക്യം ലക്ഷ്യം വച്ച് രൂപീകരിക്കുകയും ചെയ്ത് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിയ BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ അരയാക്കണ്ടി സന്തോഷ്. BDJS എന്ന് പറയുന്നത് നമ്മുടെ SNDP യോഗത്തിൽ ഉള്ള ആളുകൾ പലപ്പോഴും അധികാര സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായിട്ട് മാറുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തകരുടെയൊക്കെ യോഗമെന്നുണ്ടായിരുന്നതായിരുന്നു അതിൻ്റെ വാസ്തവം. അപ്പോൾ ആ സമയത്ത് SNDP യൂണിയനുകളുടെ നേതാക്കന്മാരുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ നിർബന്ധമായും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ കൂട്ടായ്മയോട് കൂടിയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി നമുക്കുണ്ടാവണമെന്ന് എല്ലാവരും കൂടി ഒന്നു ചേർന്ന് അഭിപ്രായപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായി. അങ്ങനെയാണ് BDJS എന്ന് പറയുന്ന ഭാരത് ധർമ്മജന സേന എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് അതിന് കൊടി വീശി കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നൽകിയത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആരെങ്കിലും എവിടുന്നെങ്കിലും മറ്റ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ സ്ഥാനമില്ലാതെ അവരൊക്കെ പുറന്തള്ളി പോകുമ്പോഴും BDJSൻ്റെ ലേബിളിൽ മത്സരിക്കുവാൻ ആളുകൾക്കൊക്കെ ഒരു അവസരം കിട്ടിയ സന്ദർഭം നമ്മുടെ ഈ BDJS ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് ഇങ്ങനൊരു പാർട്ടി ഉണ്ടാവുമ്പോൾ ആളുകൾ അതിലേക്ക് ചേക്കേറി കളയും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത്തിരി സ്പേസ് കൊടുക്കുവാൻ അവർ നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയും അതിൽ കൃത്യമായിട്ടുണ്ടായി. ഇന്ന് NDAയുടെ ഭാഗമായിട്ട് ആ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇതിൽ ആകെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു പാർട്ടിയായി തന്നെയാണ് നമ്മുടെ BDJS എന്ന് പറയുന്ന സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, യോഗത്തിൻ്റെ പ്രവർത്തകർക്കിടയിലുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രാഷ്ട്രീയവുമുണ്ട്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുണ്ട്, BJPക്കാരായിട്ടുള്ള ആളുകളുണ്ട്, BDJSകാരായിട്ടുള്ള ആളുകളുമുണ്ട്. ഓരോരോ വ്യക്തിക്കും ഓരോരോ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മളുടെ രാഷ്ട്രീയം BDJSൻ്റെ രാഷ്ട്രീയമാണ്. തുഷാറായാലും അരയാക്കണ്ടി സന്തോഷായാലും ഒക്കെ രാഷ്ട്രീയം അങ്ങനെയാണ്. അതിലെ ഏറ്റക്കുറച്ചിലുകളും ഏക്കച്ചക്കകളൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം, അതൊക്കെ വേറെ വിഷയം. ഇതുപോലെ ഇതര സമുദായത്തിൽപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ BDJSൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ BDJSനെ സംബന്ധിച്ചിടത്തോളം NDA ഇന്ന് വളരെ നല്ല ഒരു സ്ഥാനം BDJSന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നൽകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്.
ഈ പുരാവസ്തുക്കളെല്ലാം തന്നെ മിക്കവാറും ഈ പുരാവസ്തുക്കളായിട്ട് കാണുന്നതൊക്കെ എൻ്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ. പിന്നെ അതിൽ പഴയ കാര്യങ്ങളിലൊക്കെ പഴയതൊന്നും കളയാതെ സൂക്ഷിക്കുന്നൊരു സമ്പ്രദായം എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛനും അത് ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്കിതിൽ വലിയൊരു ടേസ്റ്റ് ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിലുണ്ടായി. അങ്ങനെയാണ് ഈ എട്ടുകെട്ടടക്കം മറ്റ് ഈ ആൻറ്റിക്സ് ആയിട്ടുള്ള സംഗതികളും ഒക്കെ സൂക്ഷിച്ച് വെക്കാനും അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ അതിൽ കാണുന്ന രുദ്രാക്ഷമൊക്കെ ഞങ്ങളുടെ തന്നെ തോട്ടത്തിലുണ്ടായിരിക്കുന്ന രുദ്രാക്ഷമാണ്. ഉരുളി, അതൊക്കെ അതിന് ഉരുളിയും രുദ്രാക്ഷവും എല്ലാം കൂടി ഒന്നിച്ചാവുമ്പോൾ അതൊരു അലങ്കാര സംഗതിയായിട്ട് മാറുന്നു. ആ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വാഹനം ഓടിച്ചത് എൻ്റെ ഒരു ക്രേസ് കൊണ്ടാണ്. ഏറ്റവും ചെറുപ്പത്തിൽ ആ കാലത്ത് 10ാമത്തെ വയസ്സിന് ഞാൻ കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി. 10ാമത്തെ വയസ്സിൽ, അതായത് 5ാം ക്ലാസ്സിൽ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ആ കാലത്ത് വണ്ടി നീക്കാനും വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള സംവിധാനമായി. 15ാമത്തെ വയസ്സിൽ ഞാൻ ഏറ്റവും ഹെവി ആയിട്ടുള്ള ലോറി, ബസ് ഒക്കെ ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്ന സമ്പ്രദായം അന്നും ഉണ്ടായി. പിന്നീട് വാഹനം ഒരു ക്രേസായിട്ട് മാറിയത് ബിസിനസ് ആവശ്യാർത്ഥം ഒരുപാട് ട്രാവൽ ചെയ്യാൻ. അച്ഛൻ അസുഖമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ അവസരത്തിലൊക്കെ എവിടെയെങ്കിലും പോയാൽ, ദൂരം വഴി പോയാൽ തിരിച്ച് വീട്ടിലെത്തേണ്ടത് ഒരു അത്യാവശ്യമുള്ള കാര്യമായിട്ട് മാറുന്ന സന്ദർഭങ്ങളുണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പോയി തിരിച്ച് വരാൻ, തിരുവനന്തപുരം വരെ പോയിട്ടും തിരിച്ച് വരുന്ന സാഹചര്യമൊക്കെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ തന്നെ തിരിച്ചു വരുന്ന അന്നത്തെ റോഡുകളാണ്, അന്നത്തെ കണ്ടീഷനിലുള്ള വണ്ടികളുമാണ്. ഓടിയെത്താൻ ഇന്നത്തെ പോലെയുള്ള സമയമല്ല, ഇതിൻ്റെ ഇരട്ടി സമയം എടുത്തിട്ട് വേണം ഒന്ന് പോയി വരാൻ. അങ്ങനെ ശീലിച്ചു പോയതാണ്. ഇപ്പോൾ SNDP യോഗം പ്രവർത്തനത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓടാൻ സാധിക്കുന്നത് ഞാൻ തന്നെ ഓടിച്ചിട്ട് ഞാൻ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. മറ്റാരെങ്കിലും ഡ്രൈവർമാർ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു പ്രയാസമുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക എന്നുള്ളതിന് ഒരു സംശയമില്ല. എന്നാലും അത്യാവശ്യം ഞാൻ ഇവിടെയുള്ള ഡ്രൈവർമാരെയൊക്കെ കൂട്ടുകയും അല്ല ഡ്രൈവിംഗ് അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും നേതാക്കന്മാരെയൊക്കെ ആ വണ്ടിയിൽ ഇരുത്താറുണ്ടെങ്കിലും മിക്കവാറും ഡ്രൈവിംഗ് ഞാൻ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇവിടെ യൂണിയനുകൾ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല യൂണിയനുകളിലും നല്ല പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDP യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഈ മലബാറിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും എൻ്റെ ഒരു വലിയ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. അത് കൊയിലാണ്ടി ആയാലും പുൽപ്പള്ളി ആയാലും ഇരിട്ടി, കണ്ണൂർ, കാസർഗോഡൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയും അതോടൊപ്പം ഉള്ള കോളേജുകളുടെ നിലവാരം പരമാവധി ഉയരത്തിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. നമുക്കിപ്പം നാക്കിന് പോലും നാക്ക് A+ കിട്ടിയിരിക്കുന്ന കോളേജുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്, പ്രത്യേകിച്ചിട്ട് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിൽ ഉള്ളൊരു കാര്യം, പണ്ടത്തെ സ്കൂളുകളൊക്കെ ഉണ്ടായി, എല്ലാം ഈ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയുള്ളിടത്തിലേക്കൊക്കെ അതിൻ്റെ റിപ്പയറുകൾ തന്നെ നടത്തുക വലിയ സാഹസമുള്ളൊരു കാര്യമാണ്. അവിടങ്ങളിലൊക്കെ പുതിയ കെട്ടിടങ്ങളുടെ സംഗതികൾ വരുത്താനും അതോടൊപ്പം ചില എഫിലിയേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് തന്നെ അവിടങ്ങളിലൊക്കെ അത്തരം വിഷയങ്ങൾ ഉള്ളിടത്തിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യം, അതിനൊക്കെ SNDP യോഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഞാനൊരു നിമിത്തം മാത്രമാണ്, മറിച്ച് നമ്മുടെ പ്രവർത്തനം ഇതിൻ്റെ കാസർഗോഡ് വരെ ഉള്ള രീതിയാണ് കണ്ണൂരിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു നല്ലൊരു യൂണിയൻ ഉണ്ടാക്കാൻ പറ്റി. അതോടൊപ്പം സിദ്ധാപുരം എന്ന് പറയുന്നത് ഈ മലബാർ മേഖലയോട് തൊട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കൊടക് യൂണിയനാണത്. ആ കൊടകിലൊക്കെ നല്ല യൂണിയനുകൾ ഉണ്ടാവുകയും അതോടൊപ്പം നല്ല പ്രവർത്തകരും ഒരുപാട് ഗുരുമന്ദിരങ്ങളും ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രവർത്തനത്തെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയും അതോടൊപ്പം നമുക്ക് പറ്റിയ ഒരു ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാര്യം മൈക്രോ ഫൈനാൻസ്
നമ്മൾ ഈ മലബാർ മേഖലയിലേക്ക് കടത്തി എല്ലാ ഗ്രഹങ്ങളിലും നമ്മുടെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഗ്രഹങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ മൈക്രോ ഫൈനാൻസ് സംഘങ്ങൾ രൂപപ്പെടുത്തി ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകവും മറ്റ് സന്ദേശങ്ങളും ഗുരുവിൻ്റെ ആശയങ്ങളും ഒക്കെ താഴെ തട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പല കൺവെൻഷനുകൾ മുഖാന്തരവും അതുപോലെ തന്നെ ധ്യാന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുമൊക്കെ സന്യാസിമാരെ കൊണ്ടുവന്നും ശ്രീനാരായണ ദർശനം പറയാൻ പറ്റാവുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടുമൊക്കെ എത്തിക്കുവാൻ നമുക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഓടിപ്പോകാനും വരാനും ഒക്കെ പറ്റുന്നത്. അത് എൻ്റെ ഭാര്യ ആയാലും 2 മക്കളാണ് എനിക്കുള്ളത്. മക്കളായാലും ഒക്കെ വളരെ കൃത്യമായിട്ട് SNDP പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അവർ വളരെ കൃത്യമായിട്ട് എൻ്റെ യാത്രകൾക്കോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒരു മുടക്കമില്ലാതെ അവർ തരുന്ന പിന്തുണ കൂടിയാണ് എനിക്കിങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത്. എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഉത്തരവാദിത്തമായാലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമായാലും ഒക്കെ അതിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം അവർ ഷെയർ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് എനിക്കിത്ര ഫ്രീ ആയിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നതെന്നുള്ളത് കൂടി ഏറെ വിശേഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ SNDP യോഗം പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യോഗം ഇപ്പോൾ അതിൻ്റെ ഇലക്ഷൻ നടത്താൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊരു വലിയ ഒരു സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ പെടുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സൈബർ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ആളുകൾക്ക് ഏറെ വലിയ രീതിയിൽ കൊടുക്കേണ്ടതായ ഭാരിച്ച ഉത്തരവാദിത്വവും കൂടി നമ്മൾ ഏൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് SNDP യോഗത്തെ ആക്രമിക്കുന്നത് സൈബർ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവണം, വായിച്ചത് ശരിയല്ല എന്നുള്ളത്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ, ആ അറിവും തിരിച്ചറിവും അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഭാരിച്ചൊരു പ്രവർത്തനം SNDP യോഗത്തിൻ്റെ പ്രവർത്തകരുടെ ഇടയിലും അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിയൻ നേതാക്കളുടെയും ശാഖാ നേതാക്കളുടെയും ഒക്കെ ഇടയിലേക്ക് ആ തരത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രവർത്തനമായിട്ടാണ് ഇന്ന് SNDP യോഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അനുസരിച്ചിട്ട് പല യൂണിയനുകളിലും ശാഖാ നേതൃത്വ യോഗങ്ങൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് SNDP യോഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവി തലമുറ എന്തുകൊണ്ടും ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ മനസ്സിലേറ്റിക്കൊണ്ട് പോകാനുള്ള രീതി അവർക്ക് ഉണ്ടാവണം. ദൈവമുണ്ട്, ദൈവമില്ല, ഗുരു ദൈവമല്ല, ഗുരുവിനെ ഭജിക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. അത് രാഷ്ട്രീയക്കാരായാലും മറ്റ് സാംസ്കാരിക നായകന്മാരായാലും ഒക്കെ എന്ത് ചോദിച്ചാലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഗുരു എന്ന് പറയുന്നത് സോഷ്യൽ റെവല്യൂഷനിസ്റ്റാണ്, അതോടൊപ്പം പിന്നെ നവോത്ഥാന നായകനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് അങ്ങനെ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ഇടയിലുള്ള ഒരു ചിത്രം ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്നും ആ ഗുരു ഒരു സമരനായകനാണ് എന്നുള്ള തരത്തിലേക്ക്, ആ തലത്തിലേക്ക് ചിന്തിക്കുന്നത് മാറ്റി ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ദൈവത്തിനും അപ്പുറം ഭജിക്കപ്പെടേണ്ട ഒരു രീതി, പ്രാർത്ഥിക്കപ്പെടേണ്ട രീതിയിലുള്ള ഒരാളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഗുരു എന്നുള്ളത് ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഗുരു എന്ന് പറയുന്നത് ഒരു സങ്കല്പമായിട്ട് തിരിതെളിയിച്ച് അവിടെ നിന്ന് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി തിരിതെളിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സശരീരനായിട്ടുള്ള ഗുരുവാണ്. ആ ഗുരുവിന് കൃത്യമായിട്ടുള്ള ആ രീതിയിൽ അതീന്ദ്രിയമായ കഴിവുകളുള്ള ഗുരുവാണ് എന്നും ഏത് ദൈവത്തെ ഭജിക്കുന്നതിനേക്കാൾ ഏറെ ഗുരുവിനെ ഭജിക്കുന്ന രീതി നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പോലും 3 പാദങ്ങൾക്കും മുകളിലാണ് ഗുരുവിൻ്റെ സ്ഥാനം ദൈവത്തിനേക്കാളും. അപ്പോൾ ആ തരത്തിൽ ആണ് ഗുരുവിൻ്റെ സങ്കല്പം. ഗുരു ആണ് അതിലൊക്കെ മുകളിലുള്ളത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവനെ
ദൈവത്തിനും ഉപരിയായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ഒരു സമുദായ അംഗങ്ങളെയും അല്ലാത്തവർക്കും ഒക്കെ നമ്മൾ ആ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വലിയ ബാധ്യതയായിട്ട് മുമ്പിലേക്ക് കിടക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സമുദായ അംഗങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയും അതോടൊപ്പം നമുക്ക് ഭരണതലത്തിലുള്ള ഭരണരീതിയിലേക്ക് അവർക്ക് പ്രവേശനം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തേണ്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. SNDP യോഗം എന്ന് പറയുന്ന സംഘടന എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈഴവരാതി ആയിട്ടുള്ള ആളുകൾ, അതിലാണ് ഈഴവൻ്റെ വിഭാഗമായിട്ടുള്ള തീയനെയും ബില്ലുവനെയും അതോടൊപ്പം ഈഴവാത്തി അങ്ങനെ ഉള്ള ആളുകളുടെ ക്ഷേമത്തിനായിട്ടുള്ളതാണ് SNDP യോഗം എന്ന മഹത് പ്രസ്ഥാനം. തീയ മഹാസഭ എന്നുള്ളതും അതിൻ്റെ തീയരുടെ പേരിലുള്ള സഭകളുമൊക്കെ സജീവമായിട്ട് ചെറിയ രീതിയിലൊക്കെ രംഗത്തുണ്ടെങ്കിൽ പോലും അതിൽ നമുക്കറിയാവുന്നത് ആർക്കും എന്തും സംഘടനയും തുടങ്ങാൻ പറ്റാവുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് ആവശ്യങ്ങളുമൊക്കെ ഒരുപാട് കൂടുതലൊക്കെ പറയാനുണ്ടാവും, കാണാനുണ്ടാവും. അതിലൊന്നും നമ്മൾ അവരെ തെറ്റു പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അവരുടെ കീഴിൽ വർത്തിക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇന്ന് അനുഭവിക്കുന്ന നമ്മളുടെ സംവരണം, ആ സംവരണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സമരം ചെയ്യുന്നത്. ഈ സംവരണം എന്നുള്ളത് തീയ വിഭാഗത്തിന് ഇന്ന് സ്വായത്തമായി ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി അവരൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ നിവർത്തന പ്രക്ഷോഭണത്തിലൂടെയാണ് സംവരണം നമുക്കുണ്ടായിരുന്നത് ആയി വന്നത്. ആ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ നേതാവായ C. കേശവൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് സംവരണത്തെ സംരക്ഷിക്കുവാനുള്ള പ്രശ്നങ്ങളും സമരങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട്. ആ നടന്നതൊക്കെ തന്നെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് വിസ്മരിക്കപ്പെടാനാവാത്തൊരു സത്യമാണ്. ഒരു കാരണവശാലും വിസ്മരിക്കപ്പെടാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ഈ തീയ വിഭാഗമൊക്കെ ഇന്ന് അനുഭവിക്കുന്ന, ഞാനൊരു തീയനാണ്, തീയ വിഭാഗമൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന നമ്മുടെ ക്രീമി ലെയറിൻ്റെ കാര്യം. അന്നും VP സിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും സമരം ഡൽഹിയിൽ പോയി ചെയ്തതും SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു എന്ന് അവരൊന്ന് ചിന്തിക്കേണ്ട കാര്യത്തിൽ പെടുന്നതാണ്. ഇപ്പോൾ ഈയിടെ നമ്മുടെ സംവരണമൊന്നും വേണ്ട എന്നും ഒരുപാട് സംവരണം നമ്മൾ നേടിയെന്ന് പറഞ്ഞ് ഉന്നത കുലജാതരായിട്ടുള്ള ചിലരൊക്കെ പോയിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത അവസ്ഥ ഉണ്ടായി. അന്ന് ആ സുപ്രീം കോടതിയിലുള്ള കേസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും വക്കീലിനെ അവിടത്തേക്ക് നിയോഗിക്കുകയും ഒക്കെ ചെയ്തത് SNDP യോഗം എന്ന പ്രസ്ഥാനം തന്നെ ആയിരുന്നു. അവിടെ ഈ വിവേചനം SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവേചനം SNDP യോഗം കാണിക്കാനില്ല. സംഘടന എന്നുള്ള പേരിൽ ആർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാം, പറയാം. അതിലൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ചിട്ട് പറയാനില്ലെങ്കിൽ പോലും SNDP യോഗം എന്ന പ്രസ്ഥാനമാണ് നമുക്കിപ്പോഴുള്ള സംവരണത്തെ നിലനിർത്തി തരുന്നത് എന്ന് വളരെ കൃത്യമായ ബോധം നമ്മുടെ ഇവിടെയുള്ള തീയ സമുദായ അംഗങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് മലബാറിലേക്ക് ഈ SNDP യോഗത്തിന് ഏറ്റവും നല്ല വേരോട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നതെന്നും അതിലാളുകൾ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതും ആ ഒരു കാരണം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സേവന മേഖലയിൽ നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന അരയാക്കണ്ടി സന്തോഷിനെ തേടി അനവധി അംഗീകാരങ്ങളും എത്തുകയുണ്ടായി. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകാത്മകം എന്ന മോഹിനിയാട്ടത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് അരയാക്കണ്ടി സന്തോഷ് ജനറൽ കൺവീനർ ആയിരുന്നപ്പോഴാണ്. സമുദായ സേവനം ഗുരുദേവ പൂജയായി കാണുന്ന അരയാക്കണ്ടി സന്തോഷ് എന്ന മലബാറിന്റെ കരുത്തൻ സ്വസമുദായത്തിന് മാത്രമല്ല അശരണരായ അഗതികൾക്കും ആശ്രയിക്കാവുന്ന വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണയുമായി പ്രിയ കുടുംബത്തിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാകാം അരയാക്കണ്ടി സന്തോഷ് എന്ന ഗുരുഭക്തന്റെ ജീവിതരേഖ വിജയ കഥയായി മാറുന്നതും.